ദൈവമക്കളെ, പല അനുഗ്രഹങ്ങളും വലിയ ദൈവിക വാഗ്ദത്തങ്ങളും നിങ്ങളുടെ മേൽ ദൈവം വെച്ചിട്ടുണ്ടെങ്കിലും പലപ്പോഴും അത് നമ്മുടെ ജീവിതത്തിലേക്ക് തുറന്നു വരാതെ അതിനെ തടസ്സപ്പെടുത്തുന്ന പല ഘടകങ്ങൾ നമ്മുടെ ജീവിതത്തിൻ്റെ മേഖലകളിലുണ്ട്. അത് അഴിഞ്ഞു പൊട്ടി മാറി വരണമെന്നുണ്ടെങ്കിൽ അതിനകത്തോട്ട് ഭൂമിയിൽ നിന്നും നമ്മുടെ പ്രാർത്ഥന കയറി ചെല്ലുക തന്നെ വേണം. ഇവിടെ നിന്നും തീ കത്താതെ ഒരിക്കലും അങ്ങനെയുള്ള സാധനങ്ങൾ സ്വതന്ത്രമാകില്ല. അതുകൊണ്ട് പ്രാർത്ഥന അന്തരീക്ഷങ്ങളെയും അവസ്ഥകളെയും മാറ്റും. എത്ര ക്ഷീണിച്ചിരിക്കുകയാണേലും മടുത്തേ വയ്യേന്നും പറഞ്ഞിരുന്നേക്കരുത്. ഇന്ന് ഈ ദൈവികമായ പ്രാർത്ഥനാ നേരത്ത് ഉള്ള ബലം സംഭരിച്ച് പ്രാർത്ഥിച്ച് പിടിച്ച് കയറണം. ദൈവത്തിൻ്റെ പ്രവൃത്തി നിങ്ങൾ കാണും. നമ്മുടെ കാര്യത്തിന് വേണ്ടി നമ്മൾ ഒരുങ്ങിയില്ലെങ്കിൽ പിന്നെ ആരാ ഒരുങ്ങുക? നമ്മൾ പ്രാർത്ഥിച്ചില്ലെങ്കിൽ പിന്നെ ആരാ പ്രാർത്ഥിക്കുക? അതുകൊണ്ട് എല്ലാ തളർച്ചകളും മടികളും ബുദ്ധിമുട്ടുകളും അല്പനേരം മാറ്റിയിട്ട് എനിക്ക് ചിലത് തുറന്ന് കിട്ടിയേ പറ്റത്തുള്ളൂ എന്നുള്ള ഒറ്റ ചിന്തയോടുകൂടെ ഈ പ്രാർത്ഥനയിൽ എന്നോടുകൂടെ നിങ്ങളായിരിക്കണം. ഞാൻ ഈ പ്രാർത്ഥനയുടെ ഇടയിൽ നിങ്ങൾക്ക് പരിശുദ്ധാത്മ നിറവിൽ 2 പ്രഖ്യാപനങ്ങൾ ചെയ്യാനായി തരും. അത് വലിയ ആത്മാവിൻ്റെ നിറവോടെ നിങ്ങൾ എന്നോടുകൂടെ പ്രഖ്യാപിക്കുക തന്നെ വേണം. റെഡിയാണോ? നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ഭവനങ്ങൾ ഒരു പ്രാർത്ഥനയുടെ വേദിയായി മാറട്ടെ. താങ്ക് യു ജീസസ്. യേശുവെന്ന നാമത്തിന് മഹത്വം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിന് ആരാധന. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിന് ആരാധന. നസ്രയനായ യേശു ക്രിസ്തുവിന് ആരാധന. നസ്രയനായ യേശു ക്രിസ്തുവിന് ആരാധന. നസ്രയനായ യേശു ക്രിസ്തുവിന് ആരാധന. ഞങ്ങളുടെ കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തുവിന് ആരാധന. ഞങ്ങളുടെ കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തുവിൻ്റെ പിതാവായ ദൈവത്തിന് ആരാധന. ഞങ്ങളുടെ കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തുവിൻ്റെ പിതാവായ ദൈവത്തിന് ആരാധന. ഞങ്ങളുടെ കർത്താവും രക്ഷിതാവുമായ യേശു ഞങ്ങൾക്ക് നൽകിയ വിശിഷ്ട സമ്മാനമായ പരിശുദ്ധ റൂഹായിക്ക് ആരാധന. പിതാവായ ദൈവത്തിനും പുത്രനാം വചനമാം യേശു ക്രിസ്തുവിനും പരിശുദ്ധ റൂഹായാം ദൈവത്തിനും ആരാധന, 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 ആരാധന. ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, അവിടുത്തെ പ്രിയപ്പെട്ട പുത്രനും ഞങ്ങളുടെ പ്രാണരക്ഷകനുമായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഇന്ന് എന്നോടുകൂടെ പ്രാർത്ഥിക്കുന്ന അങ്ങയുടെ എല്ലാ പൊന്നുമക്കളെയും തിരുസന്നിധിയെ ഞാൻ സമർപ്പിക്കുന്നു. എൻ്റെ പ്രിയ കർത്താവേ, ഒരുപാട് മാറ്റങ്ങളും ഒരുപാട് വിടുതലുകളും ഇവരുടെ ജീവിതത്തിൽ അങ്ങ് നൽകി. എന്നാൽ ഇപ്പോഴത്തെ ഈ പ്രത്യേക സാഹചര്യത്തിൽ ഒരു ശക്തമായ ദൈവപ്രവൃത്തിയുടെ പൊട്ടിപ്പുറപ്പെടലിനു വേണ്ടി വളരെ ദാഹത്തോടും തീഷ്ണതയോടും അങ്ങയുടെ കുഞ്ഞുങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ഒരുമിച്ച് ദൈവസന്നിധിയിൽ കൈകോർക്കുന്ന ഈ നേരത്ത് എത്ര തലപോകുന്ന വിഷയത്തിലായാലും എത്ര കഠിനമായ പ്രശ്നത്തിലായാലും ഒരു വിടുതലും അത്ഭുതവും ചെയ്യുവാൻ പ്രാപ്തനായ ഞങ്ങളുടെ കർത്താവിൻ്റെ തിരുപാദാന്തികை ഞങ്ങൾ വന്നു നിൽക്കുന്നു. ഇപ്പോൾ തന്നെ അങ്ങയുടെ മക്കളുടെ ജീവിതത്തിൻ്റെ മുൻപിൽ പല രീതിയിൽ ഉയർന്നു നിൽക്കുന്ന വലിയ തടസ്സങ്ങളെ, അതിൻ്റെ പുറകിൽ പ്രവർത്തിക്കുന്ന പൈശാചിക ശക്തികളെ, ഈ തടസ്സങ്ങൾ പലതും ഉണ്ടാക്കിയെടുക്കുവാൻ സാത്താൻ നിയോഗിച്ചു വച്ചിരിക്കുന്ന ചില മനുഷ്യരെ ഞങ്ങൾ കർത്താവിൻ്റെ കരത്തിലോട്ട് തരുന്നു. ദൈവത്തിൻ്റെ ശക്തി ഇപ്പോൾ അതിൻ്റെ മേൽ ഇറങ്ങട്ടെ. മെഴുകിലേക്ക് തീ ഇറങ്ങുമ്പോൾ അത് ഉരുകുന്നത് പോലെ, മഞ്ഞിലേക്ക് സൂര്യവെളിച്ചം ഇറങ്ങുമ്പോൾ അത് ഉരുകി നദി പോലെ ഒഴുകുന്ന പോലെ ഇവരുടെ മുമ്പിൽ തലപൊക്കി നിൽക്കുന്ന പ്രതിസന്ധിയുടെ മൂർധന്യത യേശു കർത്താവിൻ്റെ നാമത്തിൽ ഇപ്പോൾ അഴിയട്ടെ. ഒരൈശ്വര്യപൂർണമായ നന്മയിലേക്ക് കാലെടുത്ത് വെക്കാൻ സാഹചര്യം ഒരുങ്ങുമ്പോൾ അതിന് ഘടകവിരുദ്ധമായി വേദനിപ്പിക്കുന്ന 100 പ്രതിസന്ധികളെ ജീവിതത്തിലേക്ക് ഇളക്കിവിട്ട് ഞങ്ങളുടെ മനസ്സമാധാനവും സ്വസ്ഥതയും കെട്ടടങ്ങിപ്പോകുന്ന വിധത്തിൽ പല വിധത്തിലുള്ള പ്രയാസങ്ങളെ രൂപപ്പെടുത്തുന്ന ഇരുട്ടിൻ്റെ പോരാട്ടങ്ങൾ യേശു കർത്താവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഇപ്പോൾ ഇവരെ വിട്ട് ഒഴിഞ്ഞു പോകട്ടെ. ഇവരുടെ ജീവിതത്തിൽ നിന്നും അത് അഴിഞ്ഞു മാറട്ടെ. കർത്താവെ, സാമ്പത്തിക മേഖലയിലുള്ള തടസ്സങ്ങൾ, തൊഴിൽ മേഖലയിലുള്ളതായ തടസ്സങ്ങൾ, ആത്മീക പുരോഗതിക്ക് വിരോധമായി നിൽക്കുന്ന തടസ്സങ്ങൾ, കുടുംബജീവിതത്തെ ലഭിക്കാത്ത രീതിയിൽ വിവാഹത്തെ പൂട്ടിവച്ചിരിക്കുന്ന തടസ്സങ്ങൾ,
വർഷങ്ങളായുള്ള പ്രൊമോഷനുകൾക്ക് മേൽ വ്യാപരിക്കുന്ന തടസ്സങ്ങൾ, ഹല്ലേലൂയ കർത്താവേ, സ്ഥാനക്കയറ്റങ്ങൾ പോലുള്ള വിഷയങ്ങളുടെ മേലുള്ളതായ തടസ്സങ്ങൾ, വ്യാപാരങ്ങൾക്കും ഇറങ്ങി പുറപ്പെട്ടിട്ടും പടിവാതിലിൽ വരെ വന്നിട്ടും ഒരു കരാർ ഉറപ്പിച്ച്, ഒരു ഡീല് ഉറപ്പിച്ച് സന്തോഷിക്കാൻ കഴിയാത്ത രീതിയിൽ ഇവരുടെ പ്രധാനപ്പെട്ട ചില ക്രയവിക്രയങ്ങളുടെ മേലുള്ള തടസ്സങ്ങൾ, വസ്തു സംബന്ധമായ വിഷയങ്ങളുടെ മേലുള്ളതായ തടസ്സങ്ങൾ, കർത്താവെ, വ്യാപാര സ്ഥാപനങ്ങളുടെ മേലുള്ളതായ തടസ്സങ്ങൾ, വിദേശ യാത്രകളുമായുള്ള വിഷയത്തിൽ അനുഭവിക്കുന്ന തടസ്സങ്ങൾ, കർത്താവായ യേശുവിൻ്റെ ജീവനും അധികാരവുമുള്ള നാമത്തിൽ ഇപ്പോഴത് പൊട്ടിമാറട്ടെ. ഞാൻ ആകാശത്തിൻ്റെ കിളിവാതിൽ തുറന്ന് സ്ഥലം പോരാത്ത വിധം നിങ്ങളെ അനുഗ്രഹിക്കുമെന്നുള്ള മലാഖി പ്രവാചകനിലൂടെയുള്ള ദൈവത്തിൻ്റെ അരുളപ്പാടിനെ മുറുകെ പിടിച്ചുകൊണ്ട് ഒരു സമൃദ്ധിക്ക് വേണ്ടി ആകാശത്തിൻ്റെ കിളിവാതിലിനെ ഇപ്പോൾ തുറക്കണമേ എന്ന് ഞങ്ങൾ ദൈവത്തോട് അപേക്ഷിക്കുന്നു. എല്ലാവരും പറഞ്ഞ്, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ തടസ്സപ്പെട്ട് കിടക്കുന്ന മേഖലകൾക്ക് മീതെ ആകാശത്തിൻ്റെ കിളിവാതിൽ തുറന്നു വരട്ടെ. യേശു യോർദാനിൽ പ്രാർത്ഥിക്കവേ ആകാശം തുറന്നതുപോലെ ഈ നിമിഷത്തിൽ തന്നെ സ്വർഗീയ വാതിൽ എൻ്റെ ആവശ്യത്തിൻ്റെ മേൽ തുറന്നു വരട്ടെ, തുറന്നു വരട്ടെ, തുറന്നു വരട്ടെ. പ്രതിസന്ധികൾക്ക് കാരണക്കാരായിരിക്കുന്ന ദുഷ്ടാത്മാക്കൾ എൻ്റെ ജീവിതത്തിൻ്റെ മേഖലകളിൽ നിന്നും ദൂരേക്ക് മാറിപ്പോകട്ടെ. എല്ലാവരും അത് പറ. പ്രതിസന്ധികൾക്ക് കാരണക്കാരായി നിൽക്കുന്ന ദുഷ്ടാത്മാക്കൾ യേശുവിൻ്റെ നാമത്തിൽ ദൂരേക്ക് ചിന്നിച്ചിതറിപ്പോകട്ടെ. ഒരു തീച്ചൂള ഒരു കടന്നൽക്കൂടിനെ ഇല്ലാതാക്കുന്ന പോലെ ദൈവത്തിൻ്റെ അഗ്നി ഇപ്പോൾ നിങ്ങളുടെ പ്രശ്നങ്ങളുടെ പുറകിൽ നിൽക്കുന്ന ദുഷ്ടശക്തികളെ ഈ രീതിയിൽ ചിതറിച്ച് കളയുന്ന ഒരു ദൈവപ്രവൃത്തി നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിശക്തമായ ദൈവിക വിടുതൽ നിങ്ങൾക്കിപ്പോൾ തന്നെ അനുഭവിക്കാൻ കഴിയുന്ന നിലയിൽ ദൈവത്തിൻ്റെ മഹത്വം നിങ്ങളുടെ പ്രശ്നത്തിന് ഉത്തരമായി ഇറങ്ങുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എനിക്ക് ആത്മാവിൽ ബോധ്യപ്പെടുന്നു, ഈ പ്രാർത്ഥന തീരുമ്പോൾ തന്നെ നിങ്ങൾക്ക് നിയോഗമായി വെച്ചിരിക്കുന്ന വിഷയത്തിൽ ഒരു സന്തോഷത്തിൻ്റെ വാർത്ത നിങ്ങൾ കേട്ടിരിക്കും. അത്രമാത്രം ആധികാരികമായൊരു ദൈവപ്രവൃത്തി നടക്കുകയാണ്. നിങ്ങളുടെ കൈയും കാലുമെല്ലാം ഒരുപോലെ പെരുക്കുന്നുണ്ടായിരിക്കാം. ആ രീതിയിൽ ദൈവത്തിൻ്റെ ശക്തി പല ശരീരങ്ങളെയും വ്യക്തതയോടുകൂടെ തൊടുന്നത് ഞാൻ ആത്മാവിൽ സെൻസ് ചെയ്യുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ മരുന്ന് കഴിച്ചിട്ട് ഒതുങ്ങാതെ കിടക്കുന്ന രോഗങ്ങൾ അഴിഞ്ഞു പോകുന്നു. ബന്ധനങ്ങൾ അഴിഞ്ഞു പോകുന്നു. ശാപശക്തികൾ അഴിഞ്ഞു പോകുന്നു. തടസ്സങ്ങൾ പൂർണ്ണമായും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ വിച്ഛേദിക്കപ്പെടുന്നു. പിതാവായ ദൈവമേ, അങ്ങയുടെ മഹത്വത്തിനു വേണ്ടി യേശു കർത്താവിൻ്റെ നാമത്തിൽ ഞങ്ങൾ അപേക്ഷിക്കുന്ന ഈ വിഷയങ്ങളുടെ മേലെല്ലാം അവിടുത്തെ ഉത്തരങ്ങളാൽ ഇപ്പോൾ നൽകി ഞങ്ങളെ ആദരിക്കുവാൻ കരുണയുണ്ടാകണമേ. യേശുവിൻ്റെ നാമത്താൽ ഞങ്ങൾക്കെല്ലാം വിജയങ്ങളുണ്ടാകട്ടെ. യേശുവിൻ്റെ നാമത്താൽ ഞങ്ങൾക്കെല്ലാം ക്ഷേമങ്ങളുണ്ടാകട്ടെ. യേശുവിൻ്റെ നാമത്താൽ ഞങ്ങൾക്കെല്ലാം സമാധാനം വർദ്ധിക്കട്ടെ. യേശുവിൻ്റെ നാമത്താൽ ഞങ്ങൾക്കെല്ലാവർക്കും ഐശ്വര്യങ്ങൾ പെരുകുമാറാകട്ടെ. കർത്താവേ, ഈ ദൈവിക ദൂതിനോടുകൂടെ ഈ പ്രാർത്ഥനയിലായിരിക്കുന്ന അങ്ങയുടെ പ്രിയ മക്കൾക്കെല്ലാം ഒരു വ്യക്തമായി കാണപ്പെടുന്ന മറുപടിയുടെ അനുഗ്രഹം നൽകി ഇന്നിവർ ഭാരപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയത്തിൽ ഒരു വഴിത്തിരിവും ഒരു വിടുതലും അങ്ങ് ചെയ്തവരെ മാനിച്ചത് കേൾക്കുവാൻ കൃപയാക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ദൈവമക്കളെ, വലിയൊരു വിടുതലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ നിയോഗം, നിങ്ങൾ ഏത് വിഷയത്തിൻ്റെ വിടുതലാണോ ദൈവസന്നിധിയിൽ ആഗ്രഹിക്കുന്നത്, അത് താഴെ കമൻ്റായിട്ട് രേഖപ്പെടുത്തിയാൽ ഈ വരും ദിവസങ്ങളിലെ പ്രാർത്ഥനകളിൽ ഞാനത് ഉൾപ്പെടുത്താം. ദൈവം നിങ്ങളെ വ്യക്തമായി ഉയർത്തുന്ന ഈ ശുശ്രൂഷയോടുകൂടെ ചേർന്ന് പ്രാർത്ഥിച്ച് മുന്നോട്ടേക്ക് നീങ്ങുക. അത്ഭുതങ്ങൾ ആരംഭിക്കുകയാണ്. യേശു എന്ന നാമം ഈ ഒരു 10-30 മണിക്കൂറിനിടയിൽ, അതായത് നാളെ ഈ സമയമൊക്കെ എത്തുന്ന ആ ഒരു വേളയൊക്കെ ആകുമ്പോഴേക്കും നിങ്ങളൊരു 3000 തവണ നിങ്ങളുടെ നാവിൽ യേശു എന്ന നാമം നിങ്ങൾ ഉരുവിട്ട് കഴിഞ്ഞിരിക്കണം. കാരണം ഈ പ്രാർത്ഥനയോടുകൂടെ ആ സ്തുതിയും കൂടെ നിങ്ങളുടെ നാവിന്മേൽ വെളിപ്പെട്ടാൽ നിങ്ങൾ പ്രത്യേകം ശക്തരായി തന്നെ തീർന്നിരിക്കും. നിങ്ങളെ ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. നിങ്ങൾക്ക് കർത്താവ് ചെയ്ത വിലപ്പെട്ട ഉത്തരങ്ങളെ കേൾക്കുവാൻ, സാക്ഷ്യങ്ങളെ കേൾക്കുവാൻ ഞങ്ങൾ കാത്തിരിക്കുകയാണ്. കർത്താവ് നിങ്ങളെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. സകല മഹത്വവും ഇതിനാലുള്ള എല്ലാ പുകഴ്ചയും നമ്മുടെ രക്ഷകനും കർത്താവുമായ
ക്രിസ്തു യേശുവിനും അവിടുത്തെ പിതാവിനും പരിശുദ്ധ റൂഹായ്ക്കും ഞാൻ അർപ്പിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.